സൗദി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിഹാദുദ്ദീൻ അരീക്കാടൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് ദമാമിനടുത്ത ഖത്തീഫിലെ അൽജിഷ് എന്ന സ്ഥലത്താണ്. ക്രൂരനായ അബൂ ത്വാഹിർ കർമത്തി എന്ന ഭരണാധികാരി വിശുദ്ധ മക്കയിലെ കഅബയിൽ സ്ഥാപിച്ചിരുന്ന ഹജറുൽ അസ്വദ് കൊള്ളയടിച്ച് കൊണ്ടുപോയി വ്യാജ കഅബയുണ്ടാക്കി അതിൽ സ്ഥാപിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നോവുന്ന ഒരു അധ്യായമാണ്. അയാളുണ്ടാക്കിയ വ്യാജ കഅബയും വ്യാജ സംസം കിണറും വ്യാജ മക്കാം ഇബ്രാഹിമുമെല്ലാമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അബൂ ത്വാഹിർ കർമത്തി ഹിജ്റ 317 അഥവാ AD 930 ദുൽഹിജ്ജ 8-ാം തീയതി മക്കയിലേക്ക് തൻ്റെ സൈന്യവുമായി പ്രവേശിച്ച് അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ട് ഏകദേശം 30,000 തീർത്ഥാടകരെ കഅബയുടെ മുറ്റത്ത് വെച്ച് കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം. ശേഷം കഅബാലയത്തിൽ നിന്ന് കൊള്ളയടിച്ച ഹജറുൽ അസ്വദ് അയാൾ നമ്മളിപ്പോൾ കാണുന്ന ഈ വ്യാജ കഅബയിൽ 22 വർഷത്തോളം സൂക്ഷിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഈ കഅബയോടനുബന്ധിച്ച് വ്യാജ സംസം കിണറും വ്യാജ മക്കാം ഇബ്രാഹിമുമെല്ലാം നിർമ്മിച്ചിരുന്നു. ഹജ്ജ് തീർത്ഥാടനം ഇവിടേക്ക് മാറ്റിലായിരുന്നു അയാളുടെ ലക്ഷ്യം. പിന്നീട് ഹജറുൽ അസ്വദ് തിരികെ ലഭിക്കാൻ അബ്ബാസി ഭരണാധികാരികൾ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ക്രൂരനായ അബൂ ത്വാഹിറിനെ ശക്തമായ കുഷ്ഠരോഗം ബാധിക്കുകയും അതിനീചമായ രീതിയിൽ അയാൾ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. അയാളുടെ മരണശേഷം ഹിജ്റ 339 സൻബർ എന്ന കർമത്തി പടയാളി ഹജറുൽ അസ്വദ് മക്കയിൽ തിരിച്ചേൽപ്പിച്ചതോടെയാണ് ഹജറുൽ അസ്വദ് വീണ്ടും മക്കയിൽ എത്തിയത്. നേരത്തെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ കമ്പിവേലിയെല്ലാം കെട്ടി സംരക്ഷിച്ചതിനാൽ നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദൂരത്ത് നിന്ന് മാത്രം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റും സാധിക്കുകയുള്ളൂ. ഏതായാലും സൗദിയിലെ ഈ പ്രദേശം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നോവുന്ന ഒരു അധ്യായമായി അവശേഷിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ശേഷിപ്പ് എന്ന രീതിയിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ഖത്തീഫിലും മറ്റും വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ സന്ദർശിക്കാൻ സാധിക്കും. താങ്ക് യു.